സിനിമയിലേക്ക് ചിന്തിച്ചു നോക്കൂ. വെട്ട്, കുത്ത്, തല്ല്, ഇതാണത്ര പ്രധാന സംഗതി. ഇടിച്ചു നിരത്തുക, ആക്സിഡന്റ് ഒക്കെ പറ്റിച്ച് കുറെ ആൾക്കാരെ കൊല്ലുക, ബോംബിട്ട് കുറെ എണ്ണത്തിനെ കൊല്ലുക, ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് അവരുടെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു മാതൃക ഉണ്ട്. ഞാനും ഏറ്റവും നല്ല ഇടിക്കാരനാവണമെന്ന്. ആ സ്കൂളിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. KG-യിലെത്തിയിട്ടുള്ളൂ, ഇങ്ങനെ സ്കൂളിൽ പോവാ. ഒരു ചെറിയ അബദ്ധം തന്നെ ആവണമെന്നൊന്നുമില്ല. ഇവന്റെ ഒരു പേന, പുസ്തകമൊക്കെ അയൽപക്കത്തിരിക്കുന്ന ഒരു കുട്ടി കൗതുകത്തിന് നോക്കാനെടുത്തു എന്ന് സങ്കല്പിക്കുക. അത് പിടിച്ചു വാങ്ങല്ല ചെയ്യുക. എൻ്റെ ബുക്ക് തരൂന്ന് പറയല്ല, അപ്പോഴേക്ക് മുഖത്തിട്ട് ഇടിച്ചിട്ടുണ്ടാവും. ആ കണ്ട സിനിമയിൽ അങ്ങനെയാണുള്ളത്. ഇത് കുട്ടികളെ സ്വാധീനിക്കുന്ന ഉറപ്പല്ലേ? കുട്ടികൾ ക്രിമിനലുകളാകുമെന്ന് ഉറപ്പല്ലേ? ഇത് സിനിമയാണ്, അഭിനയമാണ്, മറ്റേത് ജീവിതമാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രം എത്തുമ്പോഴേക്ക് കുട്ടി ക്രിമിനലായി പോയിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കുമ്പോഴത്തെ ഇത് ജീവിതമാണ്, അഭിനയമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ 1000 ആളുകൾ ഒരുത്തന്നെ അടിച്ചു നിരത്തിയിട്ട് അവൻ്റെ ഡ്രസ്സിന്, അവൻ്റെ വെള്ളക്കുപ്പായത്തിന് അഴുക്ക് പോലും ആവാതെ, ചുളി പോലൊക്കെ ആവാത്ത എന്തുകൊണ്ടാണ്? ജീവിതമല്ല, സിനിമ ആയതുകൊണ്ടാണ്. അങ്ങനെയാണ് തമിഴ് സിനിമയെ കുറിച്ചൊക്കെയുള്ള ചില വിമർശനങ്ങൾ. പക്ഷെ അതിൽ ലയിച്ചു പോകുന്ന കുട്ടികൾ. ഇന്നലെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിട്ടു നിന്ന 2-3 ക്ലിപ്പുകളുണ്ട്. ഏതോ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത്ര വാഴയോ തേങ്ങയോ എന്തൊക്കെ ഒരു സാധനം. അതിൽ സ്ക്രീനിൽ ദ്വേർക്കുന്നുണ്ട്. എന്നിട്ട് സദസ്യരെല്ലാവരും കൂടെ ദ്വേർക്കാണ്. ഇത് ജീവിതമല്ല, ഇത് സിനിമയാണെന്നുള്ള ബോധത്തിൽ നിന്ന് മാറുകയാണ്. ആമീൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സദസ്യർ. ഞാനതിൻ്റെ മതപരമായ സംഗതികളെ കുറിച്ച് തൽക്കാലം പറയുന്നില്ല. ഇത് ജീവിതം. അങ്ങനെയാണ് പണ്ട് നമ്മൾ ഈ വേദിയിൽ തന്നെ 2 കോമാളികളെ കുറിച്ച് ചില പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവരെന്തിൻ്റെ അതിന് മറുപടി പറഞ്ഞത്, ഇത് അഭിനയാണെന്നും മറ്റേത് ജീവിതമാണെന്നും ബോധമുണ്ട് കുട്ടികൾക്കൊക്കെ എന്നാണ്. ആർക്ക് ബോധം? ആർക്ക് ബോധം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കൂ. ഇരുന്ന് കരയാണ് അവിടുത്തെ ദ്വാരക്കൽ കേട്ടിട്ട് ഒരു ഉമ്മാമ സിനിമ ഹാളിൽ. അത് ഈ സാഹസ് പ്രദർശിപ്പിക്കുന്ന എത്രമേൽ സംഘതാണെന്ന് എനിക്കറിയില്ല. അവിടുന്ന് ദ്വാരക്കാണ്. നമ്മൾ ഈ ചെല്ലിയതിൻ്റെ ഒക്കെ ഫലം ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനേന്ന്. ആ സമയത്ത് സദസ്സിലിരിക്കണ എല്ലാവരും കൂടെ ആമീൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ജീവിതാന്ന് ബോധമുണ്ടോ അവർക്ക്? അതാ ഈ ആമീൻ എന്ന് പറയുന്ന ആരാ? സിനിമ ആളെന്നാണ് ആമീൻ. മേലെ കളി നടക്കുകയാണ് സ്ക്രീനിൽ. ദ്വാക്ക ആമീൻ പറയുന്ന സാസ്യർ മൊത്തത്തിലാണ്. എൻ്റെ അവർക്ക് ബോധമല്ലേ ഇത് സ്ക്രീനാണ്, ഇത് അഭിനയമാണെന്ന്? പരിഹസിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം പോക്കിരിത്തരങ്ങൾ ദീനിന്ന് പുറത്തുപോകാൻ കാരണമാകും. ജൂതന്മാർക്ക് ഏറ്റവും നമ്മുടെ ഒരു വിദ്വേഷം നമ്മുടെ ആമീനിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് തോന്നിയാസം കാണിക്കുക, സിനിമകൾ കയറി എന്നിട്ട് കരയാണ് ഭയങ്കര ഒരു കുട്ടി. ഈ കുഞ്ഞു മനസ്സെന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ അനുഭവം എന്ന് പറയുന്നത്. വളരെ ഗൗരവത്തിൽ ആമീൻ പിടിച്ച് മുഖം തുടക്കണ ഈ കുട്ടിക്ക് ഇത് സ്ക്രീനാണെന്നും ഇത് സിനിമയാണ് എന്നും ഇത് ജീവിതമല്ല എന്ന് മനസ്സിലായിട്ടുണ്ടോ? ഈ കുട്ടിയുടെ നിഷ്കപട ഭാവം നോക്കൂ നിങ്ങൾ. ആമീൻ ആമീൻ എന്ന് പറഞ്ഞ കുട്ടി എത്ര ആവേശത്തിൽ ഉണ്ടോ മുഖം തുടക്കണ്. ഇടി നടക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കുട്ടി. ഇത് സിനിമയാണ്, ഇത് ജീവിതമാണെന്നുള്ളതല്ല. അവൻ മനസ്സിലാക്കിയത് എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ്. അങ്ങനെ ക്രിമിനലുകൾ സിനിമ വഴി, സീരിയലുകൾ വഴി ധാരാളമായി സൃഷ്ടിക്കപ്പെടുന്നു. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 6-ാം നൂറ്റാണ്ടെന്ന് ബസ് കിട്ടാത്ത ആളായിരിക്കും. 6-ാം നൂറ്റാണ്ടാണ് ഭേദം എന്ന് ഉറക്കെ പറയേണ്ടി വരും. അല്ലാതെ എന്ത്? 6-ാം നൂറ്റാണ്ടാണ് ഏറ്റവും ഭേദം എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ സ്ക്രീൻ അഡിഷനിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തണം. അത് വളരെ പ്രധാനമാണ്. ചെറിയ കുട്ടി വെറുതെ ഒന്ന് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട്, കുറച്ചേരം അടങ്ങിയിരിക്കട്ടെ എന്ന് കരുതിയിട്ട് കുട്ടിക്ക് മൊബൈലും കൊടുത്ത് ഗെയിം ഇട്ട് കൊടുക്കണ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ അറിയണം. ഇത് കാരണം നമ്മുടെ കുട്ടികൾ ക്രിമിനലാകുന്നു. അശ്ലീല സൈറ്റുകൾ, വൃത്തികേട് മാത്രം. അതുകൊണ്ടുണ്ടാവുന്ന ദാമ്പത്യ രംഗത്തുള്ള കുറെ പരാജയങ്ങളുണ്ട്. അത് നമ്മൾ വേറെ ക്ലാസ് പറയേണ്ടതാണ്.
ഈ സാധനം കണ്ട് ശീലിച്ചൊരു കുട്ടിക്ക് അതെങ്ങനെയെങ്കിലും ഒപ്പിക്കണമെന്ന രീതിയിലുള്ള ഒരു വിചാരത്തിലേക്ക് എത്തുന്നു. പിന്നെ സൈബർ രംഗത്തുള്ള ബുള്ളിയിങ് ഉണ്ട്, പരിഹസിക്കലും മാറ്റി നിർത്തലും. ഏതെങ്കിലും ഒരു സിനിമയിൽ ഈ കുട്ടിക്ക് സമാനമായതുള്ളവന് എന്തെങ്കിലും വൃത്തികെട്ട പേര് വന്നാൽ അത് ഈ കുട്ടിക്ക് ക്ലാസ്സിൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ഒന്നെങ്കിലും ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ചാടി വേറെ ഏതെങ്കിലും ലോകത്ത് പോകണം, അതല്ലെങ്കിൽ ഇവിടെ അടിച്ച് നിരത്തണം, അപ്പോൾ അവൻ ക്രിമിനലാവണം. ഈ സൈബർ രംഗത്തുള്ള ബുള്ളിങ് കുട്ടികളെ വല്ലാതെ തോൽപ്പിക്കുന്നു എന്ന് പറയും. കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് നമ്മൾ. എന്തായാലും പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരികയും സമ്പൂർണ്ണമായി കുട്ടികളെ ദീനിലൂടെ വളർത്തുകയും അള്ളാഹുവിനെ കുറിച്ചും ആഖിറത്തെക്കുറിച്ചുള്ള ബോധം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുകയും അങ്ങനെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും അത് അനുഭവിച്ചു പഠിക്കാൻ വീട്ടിലുള്ള മുതിർന്നവരായ നമ്മളൊക്കെ മാതൃകകളാവലും സ്നേഹത്തിലൂടെ ജീവിക്കലും അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലും മാതാപിതാക്കളാവുന്ന നമ്മൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ ധർമ്മനിഷ്ഠരാകും. അല്ലെങ്കിൽ അവർ സമൂഹത്തിനും കുടുംബത്തിനും മതത്തിനും ദോഷം ചെയ്യുന്ന, പിടിച്ചാൽ കിട്ടാത്ത അതിതീവ്രവാദികളാകുന്ന ഭീകരന്മാരായി മാറും. അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ.